വിഷയത്തിലാണല്ലോ പ്രസംഗിക്കുന്നത്. ഇവിടെ മറ്റൊരു വിഭാഗമാണ് മൗദൂദികൾ. അവരിപ്പോ ചെറിയ ശ്രമം, നേരത്തെ പല ശ്രമങ്ങളും അവർ നടത്തി നോക്കി. ഒരു 4 ആളുകൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിയാതെ പോയവർ. നേരത്തെ അത് രാഷ്ട്രീയ പ്രവർത്തനം തെറ്റാണ്, ശിർക്കാണ്. അതുപോലെ തന്നെ സർക്കാരിന്റെ ജോലി സ്വീകരിക്കുന്നത് തെറ്റാണ്, ശിർക്കാണ്. ഇങ്ങനെ പ്രചരിപ്പിച്ചവർ മതരാഷ്ട്ര സിദ്ധാന്തവുമായി, ആ വാദവുമായി കടന്നു വന്നവർ, ഏറെ മുസ്ലിം സമൂഹത്തിനിടയിൽ തീവ്ര നിലപാടുകൾ കുത്തി നിറച്ചവർ, ഇഖ്വാനിസത്തിന്റെ വാഗ്ദാക്കൾ, അവർ ഇപ്പോ മെല്ലെ 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 മഹല്ലുകളിലേക്ക് നുഴഞ്ഞു കയറി വരാൻ വേണ്ടി ശ്രമം തുടങ്ങി. അതിന്റെ ഭാഗമാണ് ബൈത്തുൽ സക്കാത്ത് വ്യാപിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. എന്താ ഈ ബൈത്തുൽ സക്കാത്ത്? അത് സക്കാത്ത് സംഘടിതമായി, സംഘടനാപരമായി സ്വീകരിക്കുന്നു. മുഹമ്മദ് കാരക്കുന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. വീടുണ്ടാക്കി കൊടുക്കൂലെ, പാവങ്ങൾക്ക്, രോഗികൾക്ക് മരുന്ന് കൊടുക്കൂ അത്രേ. ആര്? ജമാഅത്തെ ഇസ്ലാമി. ഏത് ഖുർആനിന്റെ, ഏത് സുന്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രവൃത്തി ചെയ്യുന്നതെന്ന് ജമാഅത്തെ ഇസ്ലാമി പറയണം. 3 രൂപമാണ് ഇസ്ലാം പറയുന്നത്. ഒന്ന്, തന്റെ സക്കാത്ത് അവകാശികൾക്ക് നേരിട്ട് വിതരണം ചെയ്യുന്ന രീതിയാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, ഇസ്ലാമിക ഭരണം നിലനിൽക്കുന്ന രാജ്യം, ആ രാജ്യത്ത് ആ ഇസ്ലാമിക ഭരണത്തിനു കീഴിൽ സംവിധാനിക്കുന്ന സക്കാത്ത് സമാഹരണ ഫണ്ട്, ആ ബൈത്തുൽ മാൽ, അതിലേക്ക് സമാഹരിക്കാം. അതിന്റെ ജോലിക്കാരെ നിർത്തിയിട്ട് അവർ വിതരണം ചെയ്യുന്നു. മൂന്നാമത്തേത്, അർഹനായ ആളെ കണ്ടെത്താൻ, തനിക്ക് ആ സമ്പത്ത് വിനിയോഗത്തിന് സാഹചര്യം ഒരുങ്ങുന്നില്ല എങ്കിൽ അർഹരായ ആളുകളെ കണ്ടെത്തി കൊടുക്കുന്നതിന് വേണ്ടി വക്കീലിനെ ചുമതലപ്പെടുത്തുക, തന്റെ പകരക്കാരനായിട്ട് മറ്റൊരാളെ നേരിട്ട് ഏൽപ്പിക്കുക, സംഘടനയെയല്ല വ്യക്തിയെ ഏൽപ്പിക്കുക. ഈ രീതിയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പക്ഷെ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ അവരും നേരത്തെ ഇതേ ആശയക്കാരാണ്. സാദാത്തിങ്ങളെ, സയ്യിദ് കുടുംബത്തെ അംഗീകരിക്കാൻ അവർക്ക് കഴിയില്ല. പക്ഷേ അവർ ഇപ്പൊ ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചാൽ, നമുക്കിടയിലെ എങ്ങനെയെങ്കിലും ഒക്കെ കയറി വരണം, അതിന് ക്ലിപ്പുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കാൻ. അഭിവന്ദനായ പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ തന്നെ പറഞ്ഞു, ഇത് ഞാൻ അറിഞ്ഞുകൊണ്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടല്ല എന്ന് പറഞ്ഞിട്ട് പോലും അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തേ കാര്യം എന്നറിയോ? ഒന്നുമില്ല, ഇവർക്കൊക്കെ ബോധ്യമായിട്ടുണ്ട് അടുക്കളയിലേക്ക് നുഴഞ്ഞു കയറണമെങ്കിൽ ഇത്തരം ചില വിദ്യകൾ പ്രചരിപ്പിച്ച് പയറ്റിയേ പറ്റൂ എന്നവർക്ക് ബോധ്യമായിട്ടുണ്ട്. ഞങ്ങൾ കട്ടായമായിട്ട് പറയുകയാണ്, സംഘടിത സക്കാത്ത് ഇസ്ലാമികമല്ല. അത് ഇസ്ലാമികമാണെന്ന് തെളിയിക്കാൻ ഒരു ബിദ്അത്തുകാരനും സാധ്യമല്ല. ജമാഅത്ത് ഇസ്ലാമിക്ക് സാധ്യമല്ല, അതുപോലെ തന്നെ മുജാഹിദിനും സാധ്യമല്ല, മറ്റൊരുത്തനും സാധ്യമല്ലെന്ന് പറയാൻ ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ വഞ്ചിതരാകരുത് മഹല്ലിന്റെ നിവാസികൾ, വഞ്ചിതരാകരുത് മഹല്ലിന്റെ കാരണവന്മാർ, പ്രിയപ്പെട്ട SKSSF പ്രവർത്തകന്മാർ. ഈ ഉമ്മത്തിന്റെ ഈമാനിന് കാവൽ നിൽക്കാൻ വളരെ ശക്തമായി മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ ക്യാമ്പയിൻ 28-ാം തീയതി കാസർഗോഡ് അവസാനിക്കും. 3 മാസത്തേക്ക് വേണ്ടി ത്രൈമാസ ക്യാമ്പയിൻ ആയിട്ടാണ് നമ്മൾ തുടങ്ങിയത്. പക്ഷേ ഇതിന്റെ അതിശക്തമായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ സമൂഹം, കേരളം ഇത് ഏറ്റെടുത്തു. നമ്മുടെ പ്രവർത്തകർ പ്രഭാഷണങ്ങളും പരിപാടികളും വ്യത്യസ്തമായ തലങ്ങളിൽ സംഘടിപ്പിച്ചു. 2 മാസം കൂടെ നീട്ടാൻ വേണ്ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. അതിന്റെ ഭാഗമായിട്ട് 28-ാം തീയതി കാസർഗോഡ് അത് സമാപിക്കുകയാണ്. എന്നാൽ നമ്മൾ ഇത് മാത്രമല്ല, ഒരുപാട് വിഷയങ്ങൾ ഏറ്റെടുത്തു നടത്തുന്നവരാണ്. എന്റെ പ്രിയപ്പെട്ട SKSSF സുന്നിയോന സംഘത്തിന്റെ മഹല്ലത്തിന്റെ കാരണവന്മാരോട് പറയാനുള്ളത്, നമ്മൾ ഏറെ അപകടകരമാവുന്ന സാഹചര്യങ്ങളെ കൂടെ തരണം ചെയ്യുന്നുണ്ട്. ഇന്ത്യ ഭരിക്കുന്നത് ഫാസിസമാണ്. ആ ഫാസിസത്തിൽ നിന്ന് അതിക്രൂരമായിട്ടുള്ള നിലപാടുകളാണ് നമ്മൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവർ വഖഫ് ബില്ല് ഭേദഗതി നിയമം കൊണ്ടുവന്നു, ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കി തുടങ്ങി, ആരാധനാലയ സംരക്ഷണ നിയമം അട്ടിമറിച്ചുകൊണ്ട് സമ്പൽ ഷാഹി മസ്ജിദ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവർ അവകാശവാദം ഉന്നയിച്ചു എന്ന് മാത്രമല്ല, അവിടെ സർവേ നടത്താൻ കീഴ്ക്കോടതി അവർക്ക് അനുവാദം നൽകി. ഇപ്പൊ അജ്മീർ ദർഗാ ഷരീഫിന്റെ മോൾ അവകാശവാദം ഉന്നയിച്ചു വന്നിരിക്കുന്നു. ഈ വഖഫ് ബില്ല് തന്നെ JPC-ക്ക് വിട്ടു എന്ന് മാത്രമല്ല, ആ MP-മാരുടെ അഭിപ്രായങ്ങൾ ഒന്നും സ്വീകരിക്കാതെ
ഭരണകക്ഷിയുടെ എംപിമാരുടെ അഭിപ്രായങ്ങൾ മാത്രം സ്വീകരിച്ചുകൊണ്ട് രാജ്യസഭക്ക് അകത്തു വെച്ചു, അത് പാസാക്കിയെടുത്തു. അപകടകരമാവുന്ന സാഹചര്യം ഇന്ത്യ നേരിടുകയാണ്. ഈ സാഹചര്യത്തിൽ SKSSF സംസ്ഥാന കമ്മിറ്റി കോഴിക്കോട് കടപ്പുറത്ത് ഈ വരുന്ന 27-ാം തീയതി വ്യാഴാഴ്ച 5 മണിക്ക് മൗലികാവകാശ ബഹുജന റാലി സംഘടിപ്പിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പ്രദേശങ്ങളിൽ നിന്ന് വാഹനങ്ങളിലായി എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിച്ച്, വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും.